സമസ്ഥാന സുന്നികൾ എന്ന സമസ്തയിലെ പ്രധാനപ്പെട്ട വിഭാഗം, അവർ പോലും എന്തു പറഞ്ഞു? കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള മുടി എന്തല്ല, അത് ഈ പിന്നെ കൃത്യമായ തെളിവിലൂടെ ബോധ്യപ്പെട്ട മുടിയല്ല. തേജസ് 2011 മെയ് 12 വ്യാഴം തിരുകേശം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല. സൈനുൽ ആബിദീൻ അസറത്ത് ആരാണ്? സമസ്താനയുടെ നേതാവാണ്. അപ്പോൾ അക്കാലത്ത് സമസ്തയിൽപ്പെട്ടവർ തന്നെ എന്തു പറഞ്ഞിരുന്നു? ഇത് സനദിലൂടെ കിട്ടിയതല്ല. EK വിഭാഗം അതിൽ ആ കാര്യത്തിനു വേണ്ടി നന്നായി ശബ്ദിച്ചിരുന്ന ആളായിരുന്നു ബഹാവുദ്ദീൻ നദ്വി. അയാൾ ശബ്ദിച്ചുവെങ്കിലും മറുഭാഗത്ത് അയാളുടെ വിശ്വാസപ്രകാരമുള്ള പല അന്ധവിശ്വാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, തിരുകേശം സനദില്ലെങ്കിൽ സ്വീകാര്യമല്ലെന്ന വാദം മഹാ അബദ്ധം എന്നാണ്. അപ്പൊ സനദ് ചോദ്യം മറുമത്തി കൊണ്ടപ്പോൾ ഇത് എല്ലാറ്റിനെയും ബാധിക്കും. വെല്ലൂരിലത് ബാധിക്കും, സഅദിയതിൽ ബാധിക്കും. അതേപോലെ തന്നെ എവിടൊക്കെ ഇനിയുണ്ടോ, വടിയാകട്ടെ, പൊടിയാകട്ടെ, ചട്ടിയാകട്ടെ, ചെരുപ്പാകട്ടെ, എന്താകട്ടെ, അതിനെയെല്ലാം ഇത് ബാധിക്കുമെന്ന് ഉറപ്പാക്കിയപ്പോൾ സനദുണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന വാദം അത് അങ്ങനെ ശരിയായ വാദമല്ല, ഒരു മഹാ അബദ്ധം പിടിച്ച വാദമാണ് എന്ന ഒരു പ്രസ്താവനയും ആരിറക്കുണ്ടായി? ഈ ബഹാവുദ്ദീൻ നദ്വി ഇറക്കുണ്ടായി. ഇങ്ങനെ സനദ് ചോദിച്ചുള്ള സംസാരങ്ങൾ കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും EK വിഭാഗവും അതിൻ്റെ സനദാണ് ചോദിക്കുന്നത്. കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള സനദ് പരസ്യമായി വായിക്കട്ടെ എന്നാണ് അവരും ചോദിക്കുന്നത്. അപ്പൊ കാന്തപുരം എന്ത് ചെയ്തു? നേരെ അടുത്തൊരു പണി അന്ന് കൊടുത്തു. ആ പണി എന്തായിരുന്നു? വെല്ലൂരിലെ കേശത്തിനും തെളിവില്ല. കാരണം റഹ്മത്തുള്ള ഖാസിമി വെല്ലൂരിലെ വെള്ളം മുക്കിയ മുടിയാണല്ലോ വിൽക്കുന്നത്. 25,000-ന് പരസ്യമായി കച്ചവടം ഉറപ്പിച്ചു. അപ്പൊ ആ മുടിക്കും എന്താണ്? മാധ്യമ 2011 മെയ് 13 വെള്ളി 11 വെല്ലൂരിലെ മുടിക്കും സനദ് വേണം. ചുരുക്കി പറഞ്ഞാൽ ആത്മീയ ചൂഷകന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഈ വിഷയത്തിൽ നമ്മൾ കാണുകയാണ്.